was a trip? One good memorable trip. It was great. We need trips like this every month. We will promote you. അടിപൊളി. So We enjoyed a lot and make best memorable day. farewell to പൊന്മുടി. Bye. അല്ലെങ്കിൽ ഒരുപാട് പ്ലാൻ ചെയ്ത് നടക്കാതെ പോകുന്ന കാര്യങ്ങളെക്കാൾ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്നെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഭംഗി വളരെ കൂടുതലായിരിക്കും. KSRTCയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് പ്രോഗ്രാം ആയിട്ടുള്ള ഉല്ലാസയാത്രയുടെ ഭാഗമായിട്ട് ഞാനും എൻ്റെ ഹോസ്റ്റൽ മേറ്റ്സും കൂടെ ഇന്നലെ പൊന്മുടിക്ക് ഒരു ട്രിപ്പ് പോയതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തമ്പാനൂരായിരുന്നു ഞങ്ങൾക്ക് ബോർഡിംഗ് പോയിന്റ് ഉണ്ടായിരുന്നത്. ബസ്സിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ കിട്ടിയ കാരണം നല്ല വൈബ് ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ട്രിപ്പ് ആകുമ്പോൾ പാട്ടും ഡാൻസും ഒക്കെ വേണ്ടേ. സോ അതുകൊണ്ട് തന്നെ ബസ്സിൽ സ്പീക്കേഴ്സൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് അതിൽ നല്ല പാട്ടുകളൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് ചെയ്തിട്ട് നല്ല ഓണായിട്ടാണ് ട്രിപ്പിന് പോയിരുന്നത്. എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാട്ടൊക്കെ ഇട്ടപ്പോഴേക്കും അതെല്ലാവരും മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഡാൻസ് ചെയ്തത്. നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഫുഡ് കഴിക്കണ്ടേ. അപ്പം അതിനായിട്ട് വണ്ടി ആദ്യം തന്നെ ഒരു ഇതൊക്കെ KSRTC പ്രീ പ്ലാൻ ചെയ്ത് വെച്ച സ്പോട്ട്സ് ആയ കാരണം ഫുഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എത്തിയിരിക്കുന്നു, കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ സാബുച്ചേട്ടൻ, ഇതാണ് നമ്മുടെ കണ്ടക്ടർ സാബുച്ചേട്ടൻ. ഈ സാബു കോംബോ കള്ളാം അല്ലേ. അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് കാണാനായിട്ട് ഒരു 800 മീറ്ററോളം നമ്മൾ കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോകണം. ഇതൊരു നിരപ്പായ റോഡ് പോലെ അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ടയേർഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നടന്നും പിന്നെ റെസ്റ്റ് എടുത്തും പിന്നെ എല്ലാവരും കൂട്ടമായിട്ട് വർത്താനം പറഞ്ഞും ചിരിച്ചും ഒക്കെ മെല്ലെയാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. നല്ല രസമാണല്ലേ ഇങ്ങനെ എല്ലാവരുമായിട്ട് കൂടെ വർത്താനം പറഞ്ഞു പോകാൻ. ഇതതുപോലെ ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ് എല്ലാവരും. ട്രിപ്പ് തുടങ്ങിയപ്പം കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് തുടങ്ങിയെങ്കിലും ഇപ്പം കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ട്രിപ്പ് കണ്ടിന്യൂ ആകുമ്പോൾ ബാക്കിയുള്ളവരെയും പരിചയപ്പെടാമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ട്രെക്കിംഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇത് കണ്ടോ, ഈ ഒരു അരുവിക്ക് കുറുകെ ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട്. ഇത് പിടിച്ച് നമ്മൾ അപ്പുറത്ത് കിടക്കണം. എന്നിട്ടാണ് നമ്മുടെ വാട്ടർഫോൾസ് കാണാനായിട്ട് പോകുന്നത്. ഈ റോപ്പ് കെട്ടിയത് എന്തിനാന്ന് വെച്ചാൽ ഈ പാറകളൊക്കെ അത്യാവശ്യം സ്ലിപ്പറിയാണ്. അതുകൊണ്ടാണ് അപകട സാധ്യതകൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റോപ്പ് കെട്ടിയിട്ടുള്ളത്. വളരെ സൂക്ഷിച്ച് ഞങ്ങൾ ഇതിലൂടെ നടന്നു. നടക്കുന്ന വഴിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും വെള്ളത്തിലൊന്നും ഇടയ്ക്ക് കാല് മുക്കാനും ഒന്നും ഞാൻ മറന്നില്ല. നല്ല തണുപ്പാണ് കേട്ടോ, വെള്ളത്തിനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാറ്റടിച്ചപ്പോഴേക്കും കുറേ ഇലകൾ വീഴുന്നതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഒരു അനുഭവം. പ്രകൃതിയോട് അല്ലെങ്കിലും കൂടുതൽ ഇണങ്ങി നടക്കുമ്പം എപ്പോഴും ഒരു സന്തോഷ സമാധാനമൊക്കെ നമുക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഡെയിലി ലൈഫിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്ത് ഇങ്ങനത്തെ ട്രിപ്പ് പോകുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അങ്ങനെ കുറേ കല്ലും മുള്ളൊക്കെ താണ്ടി നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുന്നു, കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസ്. ഇവിടെ ഒരുപാട് മീനുകൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതുകൊണ്ടാണോ ഇതിന് മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പേര് വന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇത്ര മീനുകൾ വരാനുള്ള റീസൺ എന്നറിയോ? ഈ വെള്ളച്ചാട്ടം നദിയുടെ അടിത്തട്ടിൽ നിന്ന് കുറേ പോഷകങ്ങൾ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളത്തിൽ ഒരുപാട് ആൽഗീസ് പ്ലവങ്ങളൊക്കെ വളരും. അപ്പം ഇവ കഴിച്ചിട്ടാണ് ചെറിയ ചെറിയ ജീവികൾ, ചെറിയ ഓർഗാനിസംസ് ഉണ്ടാകുന്നത്. അവരെ കഴിച്ചിട്ടാണ് ഈ മീനുകൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ പ്രകൃതിയുടെ ഒരു ഭക്ഷ്യ ശൃംഖല മൂലമാണ് ഇവിടെ ഇത്രയും മീനുകൾ കാണുന്നത്. ഈ വാട്ടർഫോൾസ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് ഇതിലേക്കുള്ള എത്തിച്ചേരുന്ന രീതി തന്നെയാണ്. നല്ലൊരു അഡ്വഞ്ചർ ട്രെക്കിംഗ് തന്നെയായിരുന്നു. ഒരു 800 മീറ്ററോളം 1 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു യാത്ര നമ്മൾ നടത്തിയിട്ടാണ് ഇവിടെ എത്തുന്നത്. കാൽനടയായിട്ട് തന്നെ നമ്മൾ എത്തണം. ജീപ്പ് സർവീസും മറ്റ് വാഹന സർവീസും ഒന്നും പറ്റില്ല. പിന്നുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ തന്നെയാണ്. കല്ലാർ ചുറ്റുമുള്ള ഈ ഒരു സ്ഥലത്തിനെ അതിൻ്റെ ഭംഗി മൂലം നമ്മൾ ഗോൾഡൻ വാലി എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ പൊന്മുടിക്ക് അടുത്തായ കാരണം അങ്ങോട്ട് പോകുന്നവർക്ക് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഈ വാട്ടർഫാൾസ്. ഇത് വിസിറ്റ് ചെയ്യുന്ന ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ തൊട്ട് ഫെബ്രുവരി വരെയുള്ള ടൈമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ലിപ്പറി ആയിട്ടുള്ള റോക്സും പിന്നെ അട്ടകളെയാണ്. ഭാഗ്യത്തിന് ഇത് രണ്ടും ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം.
ഈ ഒരു വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ഫീയും അതിൻ്റെ പെർമിഷനും ഒക്കെ ഈ ട്രിപ്പിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അതൊന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയി എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ എപ്പോഴും ഗാർഡ്സ് തന്നെ സ്വിമ്മിങ് ചെയ്യാനാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാനാണെങ്കിലും ഒക്കെ അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. അവരിടയ്ക്കിടയ്ക്ക് വിസിലടിക്കും കേട്ടോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചാൽ. ഇതിനൊക്കെ കഴിഞ്ഞപ്പം ഒന്ന് ചെറുതായിട്ട് ക്ഷീണിച്ച കാരണം ഞങ്ങളൊരു സോഡ വെള്ളമോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്പോട്ടിൽ കയറി കേട്ടോ. അപ്പം നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാനാണെങ്കിലും എന്തെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും ഇങ്ങനത്തെ സ്പോട്ട്സും ഇവിടെ അവൈലബിൾ. വണ്ടി പിന്നെ നേരെ വിട്ടത് ലഞ്ച് കഴിക്കാനായിരുന്നേ. ഇതെല്ലാം KSRTC പ്രീ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യുന്ന സ്പോട്ട്സ് ആയ കാരണം നമുക്ക് ലഞ്ചെല്ലാം നേരത്തിന് തന്നെ കിട്ടും. ലഞ്ചിന് പക്ഷേ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം, അത് KSRTCയുടെ ഫീൽ ഉൾപ്പെടുന്നില്ല. ലഞ്ചിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ വാലിയിലെ ചെക്കിംഗ് സ്റ്റേഷനിലേക്ക് പെർമിഷൻ വാങ്ങാനായിട്ട് വണ്ടി തിരിച്ചു. അതിനുശേഷം നമ്മൾ പൊന്മുടിക്കാണ് നേരെ വിട്ടത്. ബസ്സിൽ ഈ ലഞ്ചിന് ശേഷം സ്പീക്കറിൽ വെച്ചത് മൊത്തം പഴയ എവർഗ്രീൻ മലയാളം സോങ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. ലഞ്ചും പഴയ സോങ്സും ഒക്കെ ആകുമ്പം നല്ലൊരു പ്രത്യേക സുഖമാണ് ഉറങ്ങിക്കിടക്കാൻ. അങ്ങനെ കുറച്ച് ഉറക്കത്തിന് ശേഷം നമ്മൾ ഏകദേശം പൊന്മുടിയിലേക്ക് എത്താനായിരിക്കുന്നു. പൊന്മുടി ഹിൽസ് ബസ്സിൽ നിന്ന് നോക്കുമ്പം കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു കൗതുകവും എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു അവിടേക്ക് ചെല്ലാനായിട്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് കളേഴ്സിൻ്റെ ഒരു ബ്ലെൻഡാണ് ഇവിടെ. ഇപ്പം നീലയും വെള്ളയും പച്ചയും എല്ലാം കൂടെ ആയിട്ട് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു, പക്ഷേ അതിലുപരി കാണാൻ നല്ല മനോഹരമായൊരു സീനറിയും കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ അത്രയ്ക്കും ധൃതി പിടിക്കേണ്ട കാര്യമില്ലല്ലോ, പൊന്മുടിയിലേക്കല്ലേ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിനി പൊന്മുടിയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ പറഞ്ഞ് സ്റ്റാർ ഓഫ് ദ ഡേ എത്തിയിരിക്കുന്നു, പൊന്മുടി ഹിൽസ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ റെസ്റ്റ് റൂം പ്ലസ് കാഫറ്റേരിയ പോലത്തെ ഏരിയാസിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ റെസ്റ്റ് റൂംസും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചായയും അങ്ങനത്തെ സ്നാക്സും ഒക്കെ കിട്ടുന്ന കാഫറ്റേരിയാസും ഉണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ മേഘങ്ങളുടെ ഈ ഒരു അലൈൻമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഒരു പോറൽ പോലും ഏൽക്കാണ്ട് ഇവിടം വരെ എത്തിച്ച നമ്മുടെ സ്വന്തം ആനവണ്ടിക്കും ഇത് സേഫായിട്ട് ഡ്രൈവ് ചെയ്ത സാബുചേട്ടനും നല്ല വൈബാക്കിയിട്ടുള്ള മറ്റേ സാബുചേട്ടനും എല്ലാവരുടെ പേരിലും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണേ. ഞാനും അതുപോലെ എൻ്റെ കൂടെ ബാക്കി വന്നിട്ടുള്ള 4 ഹോസ്റ്റൽ മേറ്റ്സും ആദ്യമായിട്ടാണ് ഇന്ന് പൊന്മുടിക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളൊന്നും ഇവിടെ തിരുവനന്തപുരംകാരല്ല, എല്ലാവരും ജോലിയുടെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇത്രയും ദൂരെയൊക്കെ, അതായത് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ പോകാത്തതും എത്തിപ്പെടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് തീരെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു ട്രിപ്പ് എടുത്തിരുന്നെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസും തലവേദനയും കോൺഫ്ലിക്ട്സും ഒക്കെ ചിലപ്പോൾ ഞങ്ങൾക്കിടെ ഉണ്ടായേനെ. ഇതിപ്പോൾ KSRTC ആയതുകൊണ്ട് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എൻട്രി ഫീസ് അടക്കം എല്ലാം അവർ തന്നെ സെറ്റ് ചെയ്തോളും. അത് മാത്രമല്ല, കൂടെ വന്നിട്ടുള്ള സാബുചേട്ടനാണെങ്കിലും 2-3 തവണ ഈ പൊന്മുടിക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടിയോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആകെയുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കുക, നല്ല വീഡിയോസ് എടുക്കുക, നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം അന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ടെൻഷനും ഉണ്ടാവാണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മാത്രമല്ല ബസ്സിൽ സ്പീക്കേഴ്സും മൈക്കും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല കിടിലം വൈബ്. നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ ട്രിപ്പ് പോകില്ലേ, അതേപോലെയാണ് ഞങ്ങൾക്കൊക്കെ തോന്നി. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാവരും ടോട്ടൽ സ്ട്രേഞ്ചേഴ്സായിട്ട് ബസ്സിലിരുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും പരസ്പരം നല്ല ഫ്രണ്ട്സായിട്ടുമുണ്ട്, നല്ല പരിചയവും വന്നിട്ടുണ്ട്. എങ്കിലും മുഖപരിചയമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസിൽ ഫീസ് വരുന്നത് 540 രൂപയാണ്. ഇതിൽ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇൻക്ലൂഡഡ് അല്ല, അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. പക്ഷേ ബാക്കിയെല്ലാം എൻട്രി ഫീസ് അടക്കം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പേര് ഉല്ലാസയാത്ര എന്നുള്ളത് കൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങോട്ട് പോക്കറ്റ് കാലിയാവില്ല, എന്നാൽ പിന്നെ നല്ലൊരു എൻജോയ്മെൻറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ സ്ഥലത്തിനെ പറ്റി വലിയൊരു ധാരണയില്ല, ഞങ്ങളെപ്പോലെ തന്നെ. കാരണം ഞങ്ങളും ഇവിടെ തിരുവനന്തപുരത്ത് അല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും KSRTCയുടെ ഇങ്ങനത്തെ ട്രിപ്സ്, നിങ്ങൾക്ക് എവിടെയാണോ ട്രിപ്പ് പോകേണ്ടത് അവിടേക്ക് ഇങ്ങനെ ഉല്ലാസയാത്ര നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പോകാവുന്നതാണ്. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഈ ഒരു ട്രിപ്പ് വഴിയാണ് ബോധ്യപ്പെട്ടത്. പിന്നെ പൊന്മുടിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞുതരാം. 55 തൊട്ട് 60 കിലോമീറ്റർ വരെ തിരുവനന്തപുരത്ത് നിന്ന് മാറിയിട്ടാണ് ഈ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ 1100 മീറ്റർ ഉയരത്തിലാണ് ഈ മലനിരകളുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഗോൾഡൻ പീക്ക് എന്നാണ് നമ്മുടെ പൊന്മുടിനെ അഭിമാനപൂർവ്വം നമ്മൾ വിളിക്കുന്നത്. ഇത് വിസിറ്റ് ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് എത്തിപ്പെടാനായിട്ട് റോഡ് മാർഗം മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി ഉണ്ടല്ലോ, 23 ഹെയർ പിന്നൊക്കെ കയറിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. ആ ഒരു യാത്ര
അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഗോൾഡൻ പീക്ക്, ടീ പ്ലാന്റേഷൻസ്, പിന്നെ നല്ല ജൈവ വൈവിധ്യം, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത്. അതുകൊണ്ട് പൊന്മുടി പോയി ഒന്നും കണ്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. ഇവിടെ എന്തൊക്കെ ഈ വീഡിയോയിൽ കാണുന്നോ അത് തന്നെയുള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും ബസ്സിൽ കയറിയിട്ട് സൈഡ് സീറ്റിൽ ഇരിക്കുമ്പം ഇതേ പൊന്മുടി ഹിൽസ് കാണുമ്പം പിന്നെയും നോക്കി പോവാണ്. അതങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഈ മലനിരകളും പ്രകൃതിയൊക്കെ അതിൽ പെടുന്നതാണ്. ഞങ്ങൾ പോയ ടൈം, അതായത് എത്തിപ്പെട്ട ടൈമും തിരിച്ചു വരുന്ന ടൈമും ഏകദേശം നല്ല വെയിലുള്ളൊരു ടൈമായിരുന്നു. ഞങ്ങൾ ബസ് എടുത്തപ്പോഴേക്കും വെയിൽ ഏകദേശം ആറിയിട്ട് കൂടുതൽ ആൾക്കാർ അവിടേക്ക് എത്തിപ്പെടുന്ന ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ് ടൈമൊക്കെ ആയ കാരണം സൂര്യവെളിച്ചമൊക്കെ ആ മലനിരകൾ തട്ടി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, ഷേക്കിംഗ് ഇല്ലാണ്ട്. പിന്നെ പൊന്മുടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഹിൽസും ആ ഒരു ഏരിയ മാത്രം നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അവിടേക്ക് എത്തിപ്പെടാനുള്ള വഴികളും ഒക്കെ മനോഹരമാണ്. ഈ കല്ലും മുള്ളുമല്ല, നല്ല കാടും മേടും മരങ്ങളും ഒക്കെ ആയിട്ട് 2 സൈഡിലും കുറേ മരങ്ങളാണ് കേട്ടോ. അപ്പം നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾ ഈ ടൗണിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുത്ത് ഇങ്ങനെ നേച്ചറായിട്ട് ഒന്ന് ചിലവാക്കാനൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഈ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടു, ആനപ്പാറ എന്നാണ്. എനിക്കിത് കേൾക്കുമ്പം ആനപ്പാറ അച്ചമ്മേനെ ഓർമ്മ വരുമേ. അങ്ങനെ നല്ലൊരു ദിവസം അവസാനിക്കാൻ പോകുന്നു. പിറ്റേന്നും അതായത് നാളെ തൊട്ട് വീണ്ടും പഴയ ജോലി, പഴയ ലൈഫ് അങ്ങനെ പോകുന്നു. അപ്പം സാബുചേട്ടൻ പറഞ്ഞു, ഇനി 1.5 മണിക്കൂറേ ഉള്ളൂ, നിങ്ങളിങ്ങനെ ഉറങ്ങിയിരിക്കരുത്, പാട്ടൊക്കെ ഇടണം, ഡാൻസ് കളിക്കണം, എൻജോയ് ചെയ്യണം. അപ്പം ഞങ്ങളെല്ലാവരും, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ചാടി എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാണ്. പിന്നെ ഡാൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാൻസൊക്കെ ഇറക്കുമ്പോഴാണ് ഉള്ളിലുള്ള ഓരോരുത്തരുടെയും കലകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതുവരെ മിണ്ടാതിരുന്ന പലരും എഴുന്നേറ്റ് ഡാൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും തുടങ്ങിയത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പിൽ പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടാണ് നടന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ കൂടെയുള്ള ഈ 2 മിടുക്കരെയാണ്. 2 ഡാൻസ് മാസ്റ്റേഴ്സാണ്, ഒരു ബഡ മാസ്റ്ററും ഒരു ചോട്ടാ മാസ്റ്ററും. ഇവർ 2 പേരുമാണ് ലാസ്റ്റ് ആ ഒരു നമ്മുടെ റിട്ടേൺ ട്രിപ്പ് ഉണ്ടല്ലോ, പൊന്മുടിയിൽ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു യാത്ര, അത് അടിപൊളിയാക്കിയത്. പാട്ടൊക്കെ വെച്ച് വെറും വൈബായിരുന്നു. ബാക്കിയുള്ള ബസ്സിൽ നിന്നൊക്കെ ആൾക്കാർ ഞങ്ങളിങ്ങനെ നോക്കുകയും ഞങ്ങളെ വേവ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ബഹളവും പാട്ടും ഒക്കെ കേട്ടിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ ഒരു യാത്ര അവസാനിപ്പിച്ചത്. പോയപ്പം ഭയങ്കരമായിട്ട് ക്വയറ്റായിട്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ, വരുമ്പോൾ ഇത്രയും ചാടിത്തുള്ളി ബഹളമാക്കി ഇരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു സർപ്രൈസായി പോയി. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം തുടക്കവും അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലിപ്സ്. അപ്പോൾ വളരെ ഡിഫറെൻ്റാണ് ആൾക്കാരുടെ ഫേസിലുള്ള ആ ഒരു സന്തോഷം. പിന്നെ ഈ ഒരു KSRTC ഉല്ലാസയാത്രയുടെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ മനോഹരമായൊരു ദിവസം അവസാനിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.